റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് ദുരിതം. ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡ് പണിയെ തുടർന്നാണ് ഈ ദുരിതം. ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. നിരവധി നാട്ടുകാർക്കും അംഗനവാടി വിദ്യാർത്ഥികൾക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കും ഒരുപോലെയാണ് വെള്ളക്കെട്ട് ദുരിതം അനുഭവപ്പെടുന്നത്. ഇതെല്ലാം കണ്ട് അധികൃതർ മൗനത്തിലും. ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുകൊണ്ടാണ് ഇതുവഴി കാൽനടയായി പോകുന്ന യാത്രക്കാർക്കും അംഗനവാടി വിദ്യാർത്ഥികൾക്കും സമീപത്തെ മാര്യമ്മൻ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. മഴ പെയ്താൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന് റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചതായിരുന്നു അത്രേ. എന്നാൽ അക്കാര്യമൊന്നും ചെവിക്കൊള്ളാതെ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മഴവെള്ളം ഒലിച്ചു പോകാനുള്ള ആവശ്യമായ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഷിഗല്ല പോലുള്ള രോഗങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കാൽനടയാത്ര ചെയ്യുന്ന കുട്ടികൾ അടക്കമുള്ളവർ ചളിവെള്ളത്തിലൂടെ നടന്നാൽ പല അസുഖങ്ങളും വരാൻ സാഹചര്യമുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതർ വേണ്ട നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്നും റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം അടിയന്തരമായി ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഉടൻ തന്നെ ഉണ്ടാക്കണമെന്നും പൊതുപ്രവർത്തകനായ KM മുഹമ്മദ് പറഞ്ഞു. അല്ലാത്തപക്ഷം സമരമുറകളിലേക്ക് പോകേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാവും പകലും ഭേദമില്ല വിശ്വാസികൾ വരുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരുന്നതാണ്. ഇന്ന് മാത്രമല്ല, സ്കൂളുകൾക്ക് വന്ന കുട്ടികൾ തെരുവുനായ്ക്കളുടെ ശല്യം അതിലേറെ രൂക്ഷം. അപ്പോൾ ഇത്തരം ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ കമ്മീഷൻ വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ചില കോൺട്രാക്ടർമാർക്ക് നിശ്ചിത താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കമ്മീഷൻ അടിക്കുന്ന രീതിയിൽ പല വർക്കുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ചുകൊണ്ട് ഒരു സമരമുഖത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ റോഡിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.